സ്പോർട്സിലൂടെയും നാട് വളർച്ച കൈവരിക്കണമെന്ന സന്ദേശം പകർന്ന ഒളിമ്പ്യൻ PR ശ്രീജേഷ് കൊല്ലത്ത് ഹോക്കി അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി നടത്തുന്ന സമ്മർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു ഹോക്കി താരം. കളിയിലെ തന്ത്രങ്ങൾ പറഞ്ഞുകൊടുത്തും എങ്ങനെ സർവീസ് ചെയ്യണമെന്ന് ഉപദേശിച്ചും ശ്രീജേഷ് കുട്ടികളുടെ കൂട്ടുകാരന്. കൊല്ലം നാഷണൽ ഹോക്കി സ്റ്റേഡിയത്തിലെ സമ്മർ ഹോക്കി ക്യാമ്പിൽ 130 ചുണക്കുട്ടികൾ. കൊല്ലത്ത് നടക്കുന്ന ക്യാമ്പിലേക്ക് PR ശ്രീജേഷ് എത്തിയത് തന്റെ പിൻഗാമികളെ കൂടി കാണാനായിരുന്നു. തന്റെ മുന്നിൽ പ്രതീക്ഷയോടെയിരുന്ന കുട്ടിത്താരങ്ങളെ ശ്രീജേഷ് തന്റെ നൊസ്റ്റാൾജിയ പങ്കുവച്ചു. ഞാൻ ഹോക്കി കളിക്കാൻ തുടങ്ങിയത് 8ാം ക്ലാസ്സിലാണ്. 8ാം ക്ലാസ്സിൽ വന്ന് ഹോക്കി ആദ്യം പഠിക്കുന്നു. പിന്നെ +2 വരെ പഠിച്ചു. +2 പഠിക്കുന്ന സമയത്തേക്ക് ഇന്ത്യൻ ക്യാമ്പിൽ കയറി. +2 പഠിക്കുമ്പോൾ ഇന്ത്യൻ ടീമിൽ കളിച്ചു. അപ്പം ഈ 4ലും 5ലും ഒക്കെ പഠിക്കുന്ന നിങ്ങൾ ഈ സമയത്തെ ഹോക്കി കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റും നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് നിങ്ങൾ സ്വപ്നം കാണണം. മനസ്സിലായോ? ഇവിടുന്ന് ഇന്ത്യൻ ടീമിൽ കളിക്കണം എന്നുള്ള രീതിയിൽ സ്വപ്നം കാണണം. ഇവിടെ ഗ്രൗണ്ടിൽ വരുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യണ്ടേ. അന്ന് ഇന്ത്യൻ ക്യാമ്പിൽ പോവുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ലക്ഷ്യം. ഇന്ത്യൻ ടീമിൽ കളിക്കാമെന്ന് പോലുമില്ല, ഇന്ത്യൻ ക്യാമ്പിൽ ചെല്ലുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. കാരണം എന്റെ മുമ്പിലുണ്ടായിരുന്ന പല ചേട്ടന്മാരും, ഞാൻ കണ്ട പല ചേട്ടന്മാരൊക്കെ ഇന്ത്യൻ ടീമിന്റെ ക്യാമ്പിൽ പോയി അല്ലെങ്കിൽ ജൂനിയർ ടീമിലൊക്കെ കളിച്ച ആൾക്കാരായിരുന്നു. ഇനി മുതൽ നാളെ മുതൽ ട്രെയിനിങ്ങിന് വരുമ്പോഴത്തേക്കും സ്വപ്നം കാണണം. എനിക്ക് ഇന്ത്യൻ ടീമിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഗ്രൗണ്ടിൽ വരുന്നത്. ഓരോ ദിവസം ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോഴും സ്ട്രിക്ക് എടുക്കുമ്പോഴും പാഡ് കെട്ടുമ്പോഴും അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ചെന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണ്ട ഒരു കാര്യം, ഞാൻ ഇന്നലത്തേക്കാളും നന്നായിട്ട് ഇന്ന് ട്രെയിനിങ് ചെയ്തോ, ഞാൻ ഇന്നലത്തേക്കാളും നന്നായിട്ട് ഇന്ന് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നുണ്ടോ എന്ന് സ്വന്തമായിട്ട് നോക്കണം. ഹോക്കി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയ ശ്രീജേഷ് കുട്ടികളെ പരിശീലിപ്പിച്ചു. പത്മഭൂഷൺ ഏറ്റുവാങ്ങുന്നതിനായുള്ള യാത്രയ്ക്ക് മുന്നോടിയായാണ് താരം കുട്ടികളെ കാണാനെത്തിയത്. അത്ലറ്റിക്സിൽ നിന്ന് ഹോക്കിയിലേക്ക് നയിച്ച കോച്ച് S. ജയകുമാറും ജൂനിയർ ടീമിൽ കോച്ചായിരുന്ന രവിവർമ്മ CS ശ്രീജേഷിനൊപ്പം ഉണ്ടായിരുന്നു. കൈരളി ന്യൂസ്, കൊല്ലം.